സ്വന്തം വാഹനത്തിൽ കാടിനകത്തൂടെ സഫാരി പോകാൻ കഴിയുന്ന കേരളത്തിലെ ചുരുക്കം ചില റൂട്ടുകളിൽ ഒന്നാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കോന്നിയിൽ നിന്നും കോന്നി എന്ന് പറയാൻ കഴിയില്ല, കോന്നി റൂട്ടിലെ ഞാവറാൾ ചെക്ക് പോസ്റ്റ് വഴി അച്ചൻകോവിലേക്ക് പോകുന്ന റൂട്ട്. കൊടും കാടിനകത്തൂടെ ഉള്ള ആ റൂട്ട് ഇച്ചിരി മോശമാണെങ്കിലും നമ്മളെ സ്വന്തം വാഹനത്തിൽ നമുക്ക് പോകാൻ സാധിക്കും എന്നതാണ് ഈ റൂട്ടിന്റെ പ്രത്യേകത. മനോഹരമായ വനത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിച്ച് പോകാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ആനയെയും കാട്ടുപോത്തിനെയും മറ്റ് മൃഗങ്ങളെയൊക്കെ തന്നെ കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയുന്ന ആ റൂട്ട് വഴി നേരെ തമിഴ്നാട്ടിലേക്ക് എത്തി അവിടുത്തെ അതിർത്തി ഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ അതേ റൂട്ട് വഴി മടങ്ങി വരുന്ന ഒരു യാത്രയുടെ വിവരണമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ നിൽക്കുന്ന ചെക്ക് പോസ്റ്റാണ് ഞാവറാൾ ചെക്ക് പോസ്റ്റ്. അവിടെ നമ്മുടെ പേരും വിവരങ്ങളും യാത്രയുടെ ഉദ്ദേശമൊക്കെ എഴുതി കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മളെ കടത്തി വിടുക. അങ്ങനെ അതൊക്കെ എഴുതി കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾ മെല്ലെ യാത്ര തുടർന്നു. കാടിനകത്തേക്ക് പ്രവേശിച്ചു. ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ വനത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ കുറേ ദൂരം വരെ തേക്കിൻ പ്ലാന്റേഷനുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അവയൊക്കെ കടന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് വലത്തെ സൈഡിലായി ഇതേപോലെ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു പ്ലാന്റേഷൻ കാണാൻ സാധിക്കും. വളരെ വിശാലമായ പൈനാപ്പിൾ തോട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏക്കർ കണക്കിന് ഭൂമിയിലാണ് അതിങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. അങ്ങനെ പൈനാപ്പിൾ തോട്ടത്തിന്റെ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അത് ശ്രദ്ധിച്ചത്. ഒരു കാട്ടുകോഴി അവിടെയൊക്കെ ഇങ്ങനെ കുത്തിപ്പറക്കി നിൽക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കിന് അത് നമ്മളെ കാണുകയും വളരെ വേഗത്തിൽ അപ്പുറത്തേക്ക് പറന്നു പോവുകയാണ് ചെയ്തത്. ഒരു പൂവനും ഒരു പിടയുമായി ഉണ്ടായിരുന്നത്. പിട വളരെ വേഗത്തിൽ തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പേ അപ്പുറത്തേക്ക് പറന്നു പോയതുകൊണ്ട് പൂവനെ മാത്രമേ നമുക്ക് ജസ്റ്റ് ഇതേപോലെ കിട്ടിയിട്ടുള്ളൂ. ഞാവറാൾ ചെക്ക് പോസ്റ്റിൽ നിന്നും 33 കിലോമീറ്റർ ദൂരമാണ് അച്ചൻകോവിലേക്കുള്ളത്. ദൂരം കുറവാണ്, പെട്ടെന്ന് എത്തുമെന്ന് കരുതണ്ട. കുറഞ്ഞത് ഒരു 2-2.5 മണിക്കൂർ എടുത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. പ്രധാന കാരണം കാട് തന്നെയാണ്. നമ്മൾ കാടിനകത്തൂടെ പോകുമ്പോൾ പരമാവധി വേഗം കുറച്ച് വേണം യാത്ര ചെയ്യാൻ. അങ്ങനെ യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും സൈറ്റിങ്സ് ലഭിക്കുക. സൈറ്റിങ്സ് ലഭിക്കാൻ വേണ്ടി മാത്രമല്ല, അതാണ് സേഫ്റ്റിയും. ഈ ഇടത്തേക്ക് കയറി പോകുന്ന ഈ റോഡ് പോകുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ്. ആ പോകുന്ന വഴിക്ക് അച്ഛൻ കോവിലാറിന് കുറുകെയുള്ള പാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പാലത്തിൽ നിന്ന് അച്ഛൻ കോവിലാറിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഈ ഭാഗത്തൊക്കെ ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ഇടത്തോട്ട് വളഞ്ഞു വേണം നമുക്ക് പോകാൻ. ഇനിയുള്ള റോഡ് വളരെ ദുഷ്കരമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം റോഡ് തന്നെയാണ്. നല്ല രീതിയിൽ പൊളിഞ്ഞ റോഡാണ്, നല്ല ഓഫ് റോഡാണ്, അതോടൊപ്പം നല്ല തിക്ക് ഫോറസ്റ്റും. ശരിക്കും പറഞ്ഞാല് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ട് മാത്രമേ ഈ റൂട്ട് വരാവൂ. ഹാച്ച് ബാക്കും അതോടൊപ്പം തന്നെ ലോ ഫ്ലോർ വണ്ടികളും വന്നാൽ ഉറപ്പായിട്ടും അടി തട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുറെ ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അനിമൽ ഡെൻസിറ്റി ഉള്ള അപകടം നിറഞ്ഞ കാട്ടിലേക്കാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗം കുറച്ച് പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ ആനത്താരകൾ ധാരാളമുള്ളതാണ്. ഇടതൂർന്ന വനമായതുകൊണ്ട് തന്നെ നമ്മൾ വേഗത്തിൽ പോയാൽ ശ്രദ്ധിക്കാതെ ആനക്കൂട്ടത്തിന് മുന്നിൽ പെടാനും അതുവഴി വലിയൊരു അപകടം തന്നെ ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എത്ര സ്ലോയിൽ പോകാമോ അത്ര സ്ലോയിൽ പോകുന്നതാണ് ഏതൊരു വനത്തിലൂടെ പോകുമ്പോഴും നല്ലത്. ഈ കാണുന്നത് പോലെയുള്ള ചെറിയ പാലങ്ങൾ നമുക്ക് ഈ പോകുന്ന പാതയിലെമ്പാടും കാണാൻ സാധിക്കും. നല്ല ഭംഗിയിലുള്ള കുഞ്ഞു പാലം. ഒരു വണ്ടിക്ക് മാത്രമാണ് അതിലൂടെ കടന്ന് പോകാൻ സാധിക്കുക. എതിരെ വണ്ടി വരികയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് സൈഡാക്കിയിട്ട് വേണം കടന്നു പോകേണ്ടത്. അങ്ങനെ എതിരെ വണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം വളരെ റെയറായിട്ട് മാത്രമാണ് വാഹനങ്ങൾ ഈ വഴി കടന്നു പോകാൻ വേണ്ടി ചൂസ് ചെയ്യുക, പ്രത്യേകിച്ച് രാവിലെയൊക്കെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം റോഡും ഈ പറയപ്പെട്ട അപകടം നിറഞ്ഞ വന്യമൃഗങ്ങളുടെ ശല്യവുമൊക്കെ തന്നെയാവും കാരണം. പിന്നെയും അത്യാവശ്യം വണ്ടിയും തിരക്കും ഒക്കെ ഉണ്ടാവല് ഈ ശബരിമല സീസണിലാണ്. അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തരുടെ വണ്ടികൾ ആ സമയത്ത്
ഈ വഴി ധാരാളം പോകാറുണ്ട്. ഈ റോഡ് സൈഡിൽ കരിയില കത്തിച്ചിട്ടേക്കുന്നുണ്ടല്ലോ, ഫോറസ്റ്റ് ഗാർഡ് തന്നെയാണ് അത് കത്തിച്ച് കളയല്. അപ്പൊ റോഡ് സൈഡിലെ കരിയിലകൾ കത്തിച്ച് കളയുന്നത് കൊണ്ട് ഉള്ള ഒരു ലക്ഷ്യം വെക്കുന്നത് കാട്ടുതീ തടയാൻ വേണ്ടിയിട്ടാണ്. അറിയാതെയെങ്കിലും ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സിഗരറ്റോ മറ്റോ കത്തിച്ചിടുന്നത് വഴി കാട്ടുതീ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് സൈഡിലുള്ള കരിയില കത്തിച്ച് ഒഴിവാക്കി കളയുന്നത്. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയത്. ചുട്ടിപ്പരുന്ത് അഥവാ ക്രസ്റ്റഡ് സെർപ്പന്റീകളിനെയാണ് ഞങ്ങൾ കണ്ടത്. മരത്തിൽ വളരെ ഉയരത്തിലായിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സൂക്ഷിച്ച് നോക്കിയ പോയാൽ മാത്രമാണ് ഈ പരുന്തിനെ നമുക്ക് കാണാൻ സാധിക്കുക. വലിപ്പത്തിൽ നല്ല വലിപ്പമുള്ള പരുന്താണ്. ഏകദേശം 41 മുതൽ 75 സെന്റിമീറ്ററോളം വലിപ്പം വെക്കുന്ന ഇനത്തിൽപ്പെട്ട പരുന്താണ് ഈ ക്രസ്റ്റഡ് സെർപ്പന്റ് ഈഗിൾ. പാമ്പിനെയും ചെറിയ ജീവികളെയൊക്കെ തന്നെ പിടിച്ചു നിന്നാണ് ഇവ ജീവിക്കല്. മരത്തിന്റെ വളരെ ഉയരത്തിലായിട്ടാണ് ഈ പരുന്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്വൽസിന് വേണ്ടത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. അങ്ങനെ പരുന്തിന്റെ കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഞങ്ങൾക്ക് മുമ്പിലൂടെ ഒരു പ്രാവ്, പച്ച കലർന്ന ഇളം നീല നിറമാണ് പ്രാവിനുള്ളത്. ഗ്രേ ഫ്രോണ്ടഡ് ഗ്രീൻ പീജിയൻ എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ടത്തിൽ സാധാരണ കാണപ്പെടുന്ന പ്രാവ് വർഗത്തിൽപ്പെട്ട പക്ഷിയാണിത്. അങ്ങനെ പ്രാവിന്റെ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴാണ് ഒരു കാട്ടുകോഴി അവിടേക്ക് വന്നത്. പിടക്കോഴിയാണ്. ഈ കാട്ടുകോഴികൾ കാടിനകത്ത് ധാരാളം ഉണ്ടെങ്കിലും ഇങ്ങനെ കണ്ടു കിട്ടാൻ വളരെ പ്രയാസമാണ്. മനുഷ്യ സാന്നിധ്യം അടുത്തറിഞ്ഞാൽ അപ്പോഴേ ആ സ്ഥലത്ത് നിന്ന് പറന്നു പോകലാണ് പതിവ്. ഏതായാലും ആ കാട്ടുകോഴിയും പ്രാവും അതിനാവശ്യമായ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അത് പറന്നു പോയതിനു ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. മുന്നോട്ടേക്ക് പോകുന്തോറും റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതാ ഈ കാണുന്ന രൂപത്തിലാണ് റോഡ് ഇല്ല എന്ന് തന്നെ പറയാം. പല ഭാഗങ്ങളിലും അടിഭാഗം മുട്ടുന്ന രൂപത്തിലാണ് റോഡ് ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പോകുന്ന വഴിക്കെല്ലാം എന്താ ഇതുപോലെ ചെറിയ പാലങ്ങൾ കാണാൻ സാധിക്കും. മനോഹരമാണ് ആ പാലങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ. അപ്പുറമുള്ള കാഴ്ചകൾ, ചെറിയ അരുവി, അച്ചൻകോവിലാറിലേക്ക് ചെന്ന് ചേരുന്ന അരുവികളും നമുക്ക് കാണാൻ സാധിക്കും. മിക്കപ്പോഴും ആനകളുടെ സാന്നിധ്യം ധാരാളമായി കാണപ്പെടുന്ന മേഖല കൂടിയാണിത്. അതിന് കാരണം ഈ ജലലഭ്യതയും ആനകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈറ്റയും ഇളമ്പുല്ലും ധാരാളം ഉള്ളതുകൊണ്ടുമാണ്. അങ്ങനെ അവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അടുത്ത സൈറ്റിംഗ് ലഭിക്കുന്നത്. ഒരു മയിലാണ്. ഈ സൺലൈറ്റ് ഓപ്പോസിറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ ക്ലാരിറ്റിയിൽ ചെറിയൊരു കുറവുണ്ടാവും. എന്നാലും നമുക്ക് കുറച്ച് നല്ല വിഷ്വൽസ് തന്നിട്ടാണ് മയിൽ മുകളിലേക്ക് കയറിപ്പോയത്. ഇതാ വീണ്ടും ഒരു സെർപ്പന്റ് ഈഗിൾ. ഇപ്രാവശ്യവും മരത്തിന്റെ ഏറ്റവും മുകളിലാണ് ആശാൻ ഇരിക്കുന്നത്. വളരെ ദൂരത്ത് നിന്ന് ഏറ്റവും താഴത്തുകൂടി എഴഞ്ഞു പോകുന്ന കുഞ്ഞു പാമ്പിനെ വരെ ആശാന് മുകളിൽ ഇരുന്നാൽ കാണാൻ സാധിക്കും. അത്രയ്ക്ക് പവർഫുൾ ആണ് അവന്റെ കണ്ണുകൾക്ക്. അങ്ങനെ ഏതോ ഇരയെ ട്രാക്ക് ചെയ്തുള്ള ഇരിപ്പാണെന്ന് തോന്നുന്നു. വളരെ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരം പക്ഷികളെ നമുക്ക് ഈ കാടിനകത്ത് സൈറ്റ് ചെയ്യാൻ സാധിക്കൂ. അതിന് വളരെ വേഗം കുറച്ച് ചുറ്റുപാട് നിരീക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകൾ കാടിനകത്ത് കാണാൻ സാധിക്കും. ഈ ഭാഗമൊക്കെ എത്തിയപ്പോൾ റോഡിന്റെ സ്ഥിതി കൂടുതൽ മോശമായി. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഉറപ്പായും അടിഭാഗം നിലത്തുരയും. അതുപോലെ പിന്നെ ടയറിന്റെ കണ്ടീഷൻ, നല്ല ടയറല്ല എങ്കിൽ വഴിയിൽ പഞ്ചറായി കിടക്കാനും സാധ്യത ഏറെയാണ്. അപ്പോൾ ഈ റൂട്ട് വരുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഈ വഴി ചൂസ് ചെയ്യുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാ ഇരിക്കുന്നു ചെറിയ മീൻകൊത്തി അഥവാ നീലപ്പൊന്മാൻ. കോമൺ കിങ്ഫിഷർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ആശാന്റെ പ്രധാന ഹോബി ഈ കുളക്കരയിലും പുഴവക്കത്തുമൊക്കെ ഇരുന്ന് ചെറിയ മീനുകളെ പിടിച്ചു വിഴുങ്ങലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കുറേ നേരം ഞങ്ങൾ അവിടെ അങ്ങനെ കണ്ട് നിന്നതിന് ശേഷമാണ് യാത്ര തുടർന്നത്. നമ്മുടെ ഈ കാടിനകത്തൂടെയുള്ള ഈ റോഡ് പോകുന്നത് ഈ അച്ചൻകോവിലാറിന് സമാനമായിക്കൊണ്ടാണ്. അച്ചൻകോവിലാറിന്റെ തീരത്തുകൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ശരിക്കും 118 കിലോമീറ്ററോളം ഈ അച്ചൻകോവിലാർ ഒഴുകി പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമായി വ്യാപിച്ചു കിടക്കുന്ന അപ്പർ കുട്ടനാട്ടിൽ വെച്ച് പമ്പയുമായി യോജിച്ച് അറബിക്കടലിലേക്കാണ് ചെന്ന് പതിക്കുന്നത്. വളരെ പ്രസിദ്ധമായ കുംഭവുരുട്ടി വാട്ടർഫാൾസും അതുപോലെ തന്നെ മണലാർ വാട്ടർഫാൾസും ഒക്കെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്.
അവിടേക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രെക്കിംഗ് ആക്ടിവിറ്റികളൊക്കെ ഇവിടെ പിന്നെ അവൈലബിൾ ആണ്. പക്ഷേ വേനൽക്കാലം തുടങ്ങിയത് കൊണ്ടും വെള്ളം വളരെ കുറവായതുകൊണ്ടും അതൊക്കെ നിലവിൽ അടഞ്ഞ് കിടക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇത് ഈ കുമ്പൂരുട്ടി വാട്ടർഫാൾസിലെ ട്രെക്കിങ്ങിലേക്കൊക്കെ പോകുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഏരിയയാണ്. വെള്ളച്ചാട്ടവും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഏതായാലും നമുക്ക് സമയമുണ്ട്. കാരണം തിരികെ വൈകിട്ട് ഒരു 6 മണി ഒക്കെ ആവുമ്പോഴേ തിരികെ ഇതിലെ പോയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് ആനിമൽ സൈറ്റിങ്ങുകളൊക്കെ ലഭിക്കുകയുള്ളൂ. കാട്ടുപോത്തിന്റെ ഒക്കെ വിഷ്വൽസ് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങള് തമിഴ്നാടിന്റെ അതിർത്തി ഗ്രാമമായ മേക്കര വരെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഏകദേശം 25 കിലോമീറ്റർ ദൂരമാണ് മേക്കരയ്ക്ക് ഉള്ളത്. ഒരു 23 ഹെയർ പിന്നുകൾ ഇറങ്ങി ചെന്നാൽ മനോഹരമായ മേക്കരയുടെ ഗ്രാമഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നെൽപ്പാടങ്ങളും നെൽകൃഷിയും വിൻഡ്മില്ലും അതോടൊപ്പം തന്നെ മേക്കരയിലെ ഡാമും ഒക്കെ കണ്ട് വരുന്നതാണ് ഇനിയുള്ള വിഷ്വൽസ്. ഈ കാണുന്ന കുരങ്ങാണ് ലയൺ ടൈൽഡ് മക്കാക്കു അഥവാ നമ്മുടെ സിംഹവാലൻ കുരങ്ങ്. പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന വംശനാശത്തിന്റെ വക്കിലെത്തിയ മക്കാക്ക വർഗത്തിൽപ്പെട്ട കുരങ്ങുകളാണിവ. നമ്മുടെ നാട്ടിൽ തന്നെ സൈലന്റ് വാലിയിലും പിന്നെ ഈ കാടുകളിൽ മാത്രമാണ് ഇവയെ കാണാനാവുക. നിത്യഹരിത വനങ്ങളിലും ഇതുപോലെ ധാരാളം കായ്കനികൾ കിട്ടുന്ന വനങ്ങളിലും മാത്രം നിലനിൽക്കാനാവുന്ന പൊതുവെ ഷൈയായി എന്ന് വെച്ചാൽ നാണം കുണുങ്ങിയായി കാണപ്പെടുന്ന കുരങ്ങു വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഈ ലയൺ ടൈൽഡ് മക്കാക്കു. നമ്മളവനെ വീഡിയോ എടുക്കുന്നതൊന്നും ഒരു മൈൻഡും ഇല്ല. നല്ല രീതിയിൽ അവന്റെ ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കായ പറിച്ച് കഴിക്കുകയാണ്. മുഴുവനായിട്ടൊന്നും കഴിക്കുന്നില്ല, ചിലതൊക്കെ ഒന്ന് കഴിച്ചിട്ട് താഴേക്ക് വലിച്ചെറിയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഇവ ഇങ്ങനെ മരത്തിന് മുകളിൽ തന്നെ ആയിട്ടാണ് മിക്കപ്പോഴും കാണാറ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയോ മറ്റു കുരങ്ങുകളെ പോലെ മനുഷ്യരെ കാണുമ്പോൾ മനുഷ്യരുടെ അടുത്തേക്ക് വരികയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഒരു സാധുവായ ഒരു കുരങ്ങാണിത്. പൊതുവെ അക്രമകാരികളോ അങ്ങനെ നമ്മളെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പ്രവണതയോ ഒന്നും തന്നെ കാണിക്കാറില്ല. ഇത്തരത്തിൽ കായ്കനികൾ ലഭിക്കുന്ന മരങ്ങളിൽ കൂട്ടം കൂട്ടമായി താമസിക്കുകയും അതിന്റെ ഏറ്റവും മുകളിൽ തന്നെ പരമാവധി കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുകയാണ് പതിവ്. മറ്റ് കുരങ്ങു വർഗങ്ങളെ പോലെ ഇവ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ അങ്ങനെ കാണാറില്ല. സാധാരണഗതിയിൽ വനത്തിനുള്ളിലായിട്ട് മാത്രമാണ് ഇവയെ നമുക്ക് കാണാൻ സാധിക്കുക. അതും ഈ പറയപ്പെട്ട സൈലന്റ് വാലിയിലും പിന്നെ ഈ തമിഴ്നാടിനോട് ചേർന്ന ഈ വനങ്ങളിൽ മാത്രമാണ് നിലവിലിപ്പോ ഇവ ജീവിച്ചിരിക്കുന്നത്. വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന യാത്രയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക. അപ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ള കാഴ്ചയ്ക്ക് ഭംഗി തോന്നുന്ന വിഷ്വൽസ് ആയിരിക്കും ഇനി കാണുക. അതുകൊണ്ട് തന്നെ യാത്രയുടെ ഒരു തുടർച്ച ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതായത് മേക്കര തമിഴ്നാട് ഗ്രാമിന്റെ ഒരു ദൂരക്കാഴ്ചയാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പശ്ചിമഘട്ട മലനിരകൾക്ക് താഴ്വാരത്തായിട്ടാണ് ഈ മേക്കര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടില് മേക്കര ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ചെറിയ ചെറിയ കൊച്ചു ടൗണുകളും ചെറിയ ചെറിയ വീടുകൾ ഇടതൂർന്ന് നിൽക്കുന്ന ചേരികളുമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങൾക്ക് വിൻഡ് മില്ല് കാണാൻ വേണ്ടി കഴിഞ്ഞു, വളരെ ദൂരത്തായിട്ട്. അപ്പോൾ അത് തപ്പിപ്പിടിച്ച് തൊട്ടടുത്ത് കാണൽ എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് ഈ വിൻഡ് മില്ല് ഇങ്ങനെ ചിത്രങ്ങളിലും പടങ്ങളിലും മാത്രമായിട്ട് കണ്ടിട്ടുള്ള ആ സാധനത്തിനെ ഒന്ന് അടുത്ത് കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ വിൻഡ് മില്ല് നിൽക്കുന്ന ഒരു പാളത്തിന് തൊട്ട് അടുത്തെത്തി. ഇതിന്റെ വലിപ്പം കാരണം നമ്മൾ റോട്ടിൽ വെച്ച് നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് ചുറ്റിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ കാണുന്നതാണ് വിൻഡ് മില്ല്. അടുത്തെത്തുമ്പോഴാണ് അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ അത് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. ഏകദേശം ഒരു 250-260 അടി ഉയരത്തിലാണ് ഈ സാധനം ഇങ്ങനെ നിൽക്കുന്നത്. അതിന്റെ ഒരു ലീഫിന്റെ നീളം മാത്രം 115 മുതൽ 130 അടി വരെ കാണുമെന്നാണ് ഇപ്പൊ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ അനേകം വിൻഡ് മില്ലുകൾ ഇങ്ങനെ ദൂരത്തായിട്ട് പല ഭാഗത്തായിട്ടും ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. തമിഴ്നാടിന്റെ ഒരു പ്രധാനപ്പെട്ട വൈദ്യുത ഉൽപാദന മാർഗമാണ് ഈ വിൻഡ് മില്ലുകൾ. നല്ല രീതിയിൽ കാറ്റ് ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ പ്രവർത്തനം സാധ്യമാകൂ എന്നതാണ് ഇതിന്റെ ഒരു ന്യൂനത. ഒരു നിമിഷത്തേക്ക് നിങ്ങൾ ആലപ്പുഴയിലെ കുട്ടനാട് എത്തിയ പോലെ തോന്നിയോ? പച്ച വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും അതിന്റെ വരമ്പത്തുകൂടി കൊയ്തെടുത്ത നെല്ലുമായി വരുന്ന കർഷക സ്ത്രീകളും. എന്നാൽ ഇതിലും ഗംഭീരമായ വയലിന്റെ വിഷ്വൽസ് ആണ് ഇനി വരാനുള്ളത്.
ഈ മേക്കര ഗ്രാമം അത്തരത്തിൽ നെൽകൃഷിയാൽ സമ്പന്നമായ തമിഴ്നാടിന്റെ ഒരു അതിർത്തി ഗ്രാമമാണ്. ഒരു വശത്ത് വയലും കൃഷിയും, മറുവശത്ത് വയലിലേക്ക് ആവശ്യമായ ജലസേചനത്തിനുള്ള ജലാശയവും. അടവിനൈനാർ ഡാമിൽ നിന്നും ഒഴുക്കിവിടുന്ന ജലമാകാനാണ് സാധ്യത. ഡാമിന്റെ കാഴ്ചകൾ പുറകെ വരുന്നുണ്ട്. ഇത് ഇന്ത്യൻ കോമറന്റ് അഥവാ ചെറിയ നീർക്കാക്കയാണ്. അങ്ങനെ മടങ്ങി വരുന്ന വഴിക്കാണ് ഒരു നെൽപ്പാടത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൊക്ക് വർഗത്തിൽപ്പെടുന്ന ഒരു പക്ഷി പറന്ന് ഇറങ്ങുന്നത് കണ്ടത്. അത് കണ്ട് മെല്ലെ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ച് അതിന്റെ കുറച്ച് വിഷ്വൽസ് എടുത്തു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് ഈ കൊക്കു വർഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും ദേശാടന പക്ഷിയായിരിക്കും. എനിക്കിതിന്റെ കറക്റ്റ് പേരറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ശരിക്കും അതിന്റെ ചുണ്ടിന് അഥവാ കൊക്കിനൊക്കെ നല്ല നീളമുണ്ട്. നമ്മളെ ഈ പിക്കാസൊക്കെ പോലെ നല്ല കൂർത്ത് നീളത്തിലിരിക്കുന്ന കൊക്കുകളായിരുന്നു അവയ്ക്കുണ്ടായിരുന്നത്. അവിടെ നിന്നും തിരികെ അച്ചൻകോവിൽ റൂട്ടിൽ ഞങ്ങൾക്ക് വീണ്ടും കുട്ടനാടൻ നെൽപ്പാടങ്ങൾ കാണാൻ സാധിച്ചു. അതും നല്ല വിളവെടുക്കാറായ നെൽക്കതിരുകളുള്ള വയല്. അതിങ്ങനെ ഗോൾഡൻ കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കണ്ടപ്പോഴേ എല്ലാവരും ഫോട്ടോഷൂട്ടിനായി ചാടി ഇറങ്ങി. പിന്നെ അവിടെ കണ്ടത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വിതറാനുള്ള വിവിധ പോസിലുള്ള ഫോട്ടോകളുടെ ക്ലിക്കായിരുന്നു. അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടവിനൈനാർ ഡാം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി വിടുന്നതിനായി നല്ല തമിഴ്നാടൻ തേങ്ങകൾ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കണ്ടത്. എന്നാൽ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് തേങ്ങയുടെ വിലയൊക്കെ അന്വേഷിച്ച് കുറച്ച് വാങ്ങിക്കൊണ്ടു പോകാം എന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഈ ഇറങ്ങിയ സ്ഥലത്ത് ആരെയും കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ ഞങ്ങൾ തിരികെ മടങ്ങി. പക്ഷെ പോകുന്ന വഴിക്ക് തേങ്ങ വേറെ വാങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിച്ചില്ല. പക്ഷെ ഇഷ്ടംപോലെ തേങ്ങ നമ്മുടെ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി അവിടെ കൂട്ടി ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് അടവിനൈനാർ ഡാമിലേക്ക് പോകേണ്ട വഴി. ലെഫ്റ്റിലേക്ക് പോയാൽ നേരെ അച്ചൻകോവിലേക്ക് പോകും. ഈ അടവിനൈനാർ ഡാമിലേക്ക് പോകുന്ന വഴിയും ഈ പറയുന്ന പോലെ നെൽപ്പാടങ്ങളാൽ സമൃദ്ധമായ ഒരു മേഖലയാണ്. നമ്മളെ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമമായതുകൊണ്ട് തന്നെ ഏകദേശം ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ നമ്മളുടെ കേരളത്തിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ വിവിധ കൃഷികൾക്ക് അനുയോജ്യവുമാണ്. വിളവെടുത്ത നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ട്രാക്ടറിൽ കൊണ്ടുവന്ന് തട്ടുന്നതാണ് കാണുന്നത്. ഇത് ഇവിടെ നിന്നും വീണ്ടും വണ്ടിയിലോ മറ്റോ കയറ്റി ഫാക്ടറികളിൽ കൊണ്ടുപോയാണ് സോട്ടക്സ് ചെയ്ത് അരിയാക്കി മാറ്റുന്നത്. ഈ അടവിനാർ ഡാമിലേക്ക് പോകുന്ന വഴിയൊക്കെ അതിമനോഹരമാണ് കാണാൻ. ഇരു സൈഡിലും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മറ്റ് കൃഷിയിടങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങു നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1996 പണി ആരംഭിച്ച് 2002 തുറന്നുകൊടുത്ത ഹനുമാൻ നദിക്ക് കുറുകെയായി നിർമ്മിക്കപ്പെട്ട ഈ അടവിനാർ ഡാം ഏകദേശം 51.5 165 അടി ഉയരത്തിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കടന്നു വന്ന മുഴുവൻ നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളിലേക്കും ആവശ്യമായ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡാം സർക്കാർ നിർമ്മിച്ചത്. ഡാം ഒന്ന് ചുറ്റിക്കറങ്ങി വന്നപ്പോഴാണ് അതിന്റെ വലിപ്പം മനസ്സിലാകുന്നത്. 2198 അടി നീളത്തിലായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അടവിനാർ ഡാം. മുകളിലേക്ക് കയറിയാൽ അതിമനോഹരമായി ഈ മേക്കരെ മുഴുവനും ചെങ്കോട്ട വരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങോട്ടേക്കുള്ള ഗേറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ കയറാതെ മടങ്ങി. അങ്ങനെ ഡാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ അച്ചൻകോവിലേക്ക് മടങ്ങി. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്ന് അങ്ങനെ നേരെ കേരള ഫോറസ്റ്റിലേക്ക്. രാത്രി 9 മണി വരേക്കും നമുക്ക് ഇതുവഴി കേരളത്തിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോഴേക്കും ഞങ്ങൾക്ക് മലയണ്ണാനെ കാണാൻ സാധിച്ചു. ഇന്ത്യൻ ജയന്റ് സ്ക്വറൽ അഥവാ മലബാർ ജയന്റ് സ്ക്വറൽ എന്നറിയപ്പെടുന്ന മലയണ്ണാൻ. അണ്ണാൻ വർഗത്തിൽ ഏറ്റവും വലിപ്പം കൂടിയതും ഭംഗിയുള്ളതും ഇവനാണ്. ഇന്ത്യയിലെ വെസ്റ്റേൺ ഗട്ട്സിലും ഈസ്റ്റേൺ ഗട്ട്സിലും അതുപോലെ മധ്യപ്രദേശിലെ വിവിധ സ്ഥലങ്ങളിലും ഈ മലയണ്ണാനെ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കും. ആള് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പേടിച്ചിട്ട് അനങ്ങാതെ ഇരിപ്പാണ്. ശരിക്കും മനുഷ്യൻ്റെയും മറ്റ് സാന്നിധ്യമുള്ള ഭാഗത്തേക്ക് അധികം ഈ മലയണ്ണാനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
വീണ്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. മെല്ലെയാണ് പോകുന്നത്, കാരണം ഇപ്പോൾ ഏകദേശം വൈകുന്നേരത്തോട് അടുത്തിരിക്കുന്നു സമയം. ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ തന്നെ കാട് ഇറങ്ങി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ച് മെല്ലെയാണ് മുന്നോട്ടേക്ക് പോയത്. അപ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. അച്ചൻകോവിലാറിന്റെ മറുകരയിൽ അതാ ഒരു കാട്ടി പുല്ല് മേഞ്ഞു നിൽക്കുന്നു. അതിങ്ങനെ മേഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ വൈൽഡ് അനിമൽസിനെ അതിന്റെ വന്യതയിൽ കാണുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണല്ലോ. അങ്ങനെ അത് പുല്ല് മേഞ്ഞ് നിൽക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഒറ്റയ്ക്കല്ല, കൂടെ ഒരു ഫീമെയിൽ ഗൗർ കൂടി ഉണ്ടെന്ന്. ഏതായാലും ഇന്നത്തെ അച്ചൻകോവിൽ വനയാത്ര പാഴായില്ല. പലരും ഇതിനെ കാട്ടുപോത്തെന്ന് വിളിക്കുമെങ്കിലും ഇത് പോത്തു വർഗത്തിൽപ്പെട്ടതല്ല, പശു കാള വർഗത്തിൽ പെട്ടതായതുകൊണ്ട് ഇതിനെ കാട്ടി അഥവാ ഗൗർ എന്നാണ് വിളിക്കുക. ബൈസൺ അഥവാ കാട്ടുപോത്ത് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ കുറവെന്നല്ല, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിലിന് വലിപ്പം കുറവും കളറ് കുറച്ചുകൂടി തവിട്ട് നിറവുമായിരിക്കും. പൊതുവെ കാട്ടിനകത്തെ ഏറ്റവും മസ്കുലർ ആയിട്ടുള്ള അനിമൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ഗൗറിന്റെ മെയിൽ ഗൗർ ആണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. ഏതായാലും കുറെ നേരം ഞങ്ങൾ അവയുടെ വീഡിയോ എടുത്തതിന് ശേഷം തിരികെ കാട് കടന്ന് കൊല്ലത്തേക്ക് മടങ്ങി. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അടിപൊളി കാട്ടിലെ വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.